തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വരാം. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്ത പരിപാടിയിൽ നിന്നും ശ്രീലേഖ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. പ്രസംഗത്തിൽ ശ്രീലേഖയുടെ പേര് പരാമർശിക്കാത്തതിനാലാണ് പ്രതിഷേധം. രാജീവ് ചന്ദ്രശേഖരന്റെ പേര് മാത്രമാണ് പരാമർശിച്ചത്. പുറത്തിറങ്ങിയ ശ്രീലേഖയെ നേതാക്കൾ ഇടപെട്ട് അന്വയിപ്പിച്ചു. തുടർന്ന് പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് അവർ മടങ്ങിയത്. പ്രശാന്ത് കൃഷ്ണൻ ചേരുന്നുണ്ട്. പ്രശാന്ത്, ആദ്യം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. In the grassroots politics, Shobhaji began a journey as a full-time BJP Karyakarta in the 1990s. He served as a member of the Karnataka Legislative Council, MLA, and held key ministerial portfolios in the state government, including rural development and food and civil supplies. She made history as the first woman MP from Bengaluru North in 2024. പ്രശാന്ത് കൃഷ്ണൻ, പ്രശാന്ത്, BJP ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിയുടെ പേര് സ്വാഭാവികമായും പറയേണ്ടതാണ്. അതെന്തുകൊണ്ട് ഉണ്ടായില്ല? പിന്നീട് എന്താണ് ശ്രീലയുടെ ഭാഗത്തു നിന്നും ഒരു അമർഷമുണ്ടായത്? അന്വയിപ്പിച്ചോ പ്രശാന്ത്? ഓൺലൈനായാണ് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്തത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പരിപാടിയായിരുന്നു. അങ്ങനെയാണ് ശ്രീലേഖയുടെ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം തന്നെ ഇന്ന് അത്തരത്തിൽ തന്നെയാണ് അതിൻ്റെ അറിയിപ്പും വന്നത്. അപ്പോൾ ശ്രീലേഖ വട്ടിയൂർക്കാവിലെ BJP സ്ഥാനാർത്ഥി ഇതിൻ്റെ ഭാഗമായി ആ പരിപാടിയിൽ പങ്കെടുത്തു. മസ്കറ്റ് ഹോട്ടലിലായിരുന്നു പരിപാടി. അപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനും നേമത്തെ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറും പങ്കെടുത്തു. പക്ഷേ എസ് ജയശങ്കർ ഈ പരിപാടിയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ശ്രീലേഖയുടെ പേര് പരാമർശിച്ചില്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് മാത്രമാണ് പരാമർശിച്ചത്. ഈ അവസരത്തിലാണ് ശ്രീലേഖ തനിക്ക് വേണ്ടിയുള്ള പരിപാടി അല്ലെങ്കിൽ പിന്നെ താൻ പങ്കെടുക്കേണ്ട കാര്യമില്ല എന്ന ഒരു നിലപാടെടുത്ത് പുറത്തേക്ക് പോയത്. പ്രതിഷേധിച്ച് തന്നെയാണ് പുറത്തേക്ക് പോയത്. പുറത്തിറങ്ങി ശ്രീലേഖ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്തേക്ക് വന്നപ്പോൾ BJPയുടെ സംസ്ഥാന നേതാക്കളായ എസ് സോമൻ അടക്കമുള്ള നേതാക്കൾ, മേയർ VV രാജേഷ് അടക്കമുള്ളവർ, RSSൻ്റെ ചുമതലയുള്ളവരൊക്കെ ഉടൻ പുറത്തേക്ക് വന്ന് ശ്രീലേഖ അനുനയിപ്പിക്കുന്നുണ്ടായിരുന്നു. ശ്രീലേഖ അവരെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാര തിരക്കിനിടയിലും ശ്രീലേഖയ്ക്ക് വേണ്ടി പങ്കെടുക്കുന്ന അല്ലെങ്കിൽ സംഘടിപ്പിച്ചൊരു പരിപാടി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് താൻ പങ്കെടുക്കേണ്ട കാര്യം എന്ന ഒരു അഭിപ്രായമെല്ലാം പങ്കുവച്ചു. പക്ഷേ നേതാക്കൾ ഇടപെട്ട് പിന്നീട് അനുനയിപ്പിച്ചാണ് ശ്രീലേഖ തിരികെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ തിരിച്ച് എത്തിയത്. എന്തായാലും ശ്രീലേഖയുടെ പേര് എസ് ജയശങ്കർ പരാമർശിച്ചില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ തനിക്ക് വേണ്ടി സംഘടിപ്പിച്ചൊരു പരിപാടിയല്ല എന്ന ഒരു വിഷയം ഉയർത്തിയാണ് ശ്രീലേഖ പ്രതിഷേധമുയർത്തി പുറത്തേക്ക് വന്നത്. പിന്നീട് നേതാക്കളെ അനുനയിപ്പിച്ച് അവർ തിരിച്ച് ആ പരിപാടിയിൽ പങ്കെടുത്തു പങ്കെടുത്തു. എന്തായാലും ശ്രീലേഖയുടെ ഇക്കാര്യത്തിലുള്ള ഒരു വിശദീകരണം വന്നിട്ടില്ല. എന്തായാലും പുറത്തിറങ്ങിയ ശ്രീലേഖ നേതാക്കളുമായി ശ്രീലേഖ ഇങ്ങനെ മുഖം തിരിച്ചു പോകുന്ന പരിപാടികൾ കണ്ടതാണ്. അത് പ്രധാനമന്ത്രിയുടെ അരികിലേക്ക് എത്തുന്നില്ല. പിന്നീട് ഈ മേയറുടെ സത്യപ്രതിജ്ഞയായിട്ട് ബന്ധപ്പെട്ട ആ സമയത്തും അങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇതും ഇനി തെരഞ്ഞെടുപ്പ് സമയമാണ്, ചർച്ചയ്ക്ക് വഴിവെക്കാമല്ലേ? തീർച്ചയായും തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ അവസാന ലാപ്പിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും. നേരത്തെ പ്രധാനമന്ത്രി മുൻപ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ വേദിയുടെ ഒരു വശത്ത് പ്രധാനമന്ത്രിയെ യാത്ര അയക്കുന്ന സമയത്ത് നേതാക്കളെല്ലാം പ്രധാനമന്ത്രിക്കൊപ്പം പോയപ്പോൾ ശ്രീലേഖ മാത്രം അവിടേക്ക് പോയില്ല എന്നതുകൊണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ സമയത്ത് ശ്രീലേഖ അതിന് വിശദീകരിച്ചത് ഒരു IPSകാരി എന്ന നിലയിൽ തനിക്ക് ഒരു പ്രധാനമന്ത്രി നിൽക്കുന്നൊരു വേദിയിൽ എന്താണ് പ്രോട്ടോകോൾ എന്നറിയാം എന്നതൊക്കെയായിരുന്നു ആ രീതിയിൽ വിശദീകരിച്ചിരുന്നത്. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവായി കഴിഞ്ഞ ശ്രീലേഖയെ സംബന്ധിച്ച് അത് ആ രീതിയിലായിരുന്നു അതിനോട് പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു അവിടെ പ്രതികരിക്കേണ്ടത് എന്ന തരത്തിലുള്ള ചർച്ചകളും നടന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ശ്രീലേഖയ്ക്ക് വേണ്ടി ശ്രീലേഖയ്ക്ക് വോട്ട് ചോദിക്കുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു BJP മസ്കറ്റ് ഹോട്ടലിൽ സംഘടിപ്പിച്ചത്. അതിൽ എസ് ജയശങ്കർ ഇന്ന് വട്ടിയൂർക്കാവിലെ പ്രമുഖ വ്യക്തികളുമായി കൂടിക്കാഴ്ച നടത്തിയ ചടങ്ങുമായിരുന്നു. അവിടെ ആ പരിപാടിയിൽ ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിയുടെ പേര് പരാമർശിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണെന്നത് BJP നേതൃത്വം വിശദീകരിക്കേണ്ട കാര്യമാണ്. എന്തായാലും അവരുടെ പേര് അവിടെ പരാമർശിച്ചില്ല. പകരം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പേരാണ് എസ് ജയശങ്കർ കേന്ദ്രമന്ത്രി പരാമർശിച്ചത്. അതുകൊണ്ട് അതിലുള്ള
ഒരു നീരസം പ്രകടിപ്പിച്ചാണ് അവർ പുറത്തേക്ക് വന്നത്. പുറത്തേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കി തന്നെയാണ് നേതാക്കൾ പുറത്തേക്ക് ഒപ്പം വരികയും പിന്നീട് അവരെ അനുനയിപ്പിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും അതിനുശേഷം ആർ ശ്രീലേഖ ആ പരിപാടിയിൽ പങ്കെടുത്തു വന്നത് ബി.ജെ.പിക്ക് ആശ്വാസമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഇത്തരം അതൃപ്തികളൊക്കെ വരുന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ചും വളരെ ശക്തമായ ത്രികോണ മത്സരമാണ് വട്ടിയൂർക്കാവിൽ നടക്കുന്നത്. വി.കെ. പ്രശാന്തും കെ. മുരളീധരനും ആർ ശ്രീലേഖനും മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ അത് ബി.ജെ.പിക്ക് അകത്തുള്ള ഇത്തരം പ്രശ്നങ്ങളായി തന്നെ രാഷ്ട്രീയ എതിരാളികൾ അതിനെ ഉന്നയിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും എന്ന കാര്യത്തിലും തീർച്ചയായും പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പഴയ IPSകാരിയല്ല. രാഷ്ട്രീയ കുപ്പായം അണിയുന്നവർക്ക് ഡിപ്ലോമസി, അതായത് നയചാതുര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ഷമ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കൈവിട്ടു പോകുന്നുണ്ടോ ശ്രീലേഖയ്ക്ക് എന്നുള്ളതാണ് പലപ്പോഴേ നമ്മൾ ഈ അടുത്ത, അതായത് സമീപകാലത്ത്, അധികമൊന്നും ആയിട്ടില്ല, അപ്പോൾ കുറച്ചു കാലം 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ രാഷ്ട്രീയ കുപ്പായം അണിഞ്ഞതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിൽ കൗൺസിലറായി മാറുകയും ചെയ്തു. അതിനുശേഷമൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പ്രശാന്ത് തുടരുക.